ദൈവനാമ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് കൂടെ ഇരിക്കുവാനും ഒരിക്കൽ കൂടെ നിങ്ങളുടെ സന്നിധിയിലേക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും എല്ലാം വരുവാൻ എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നോമ്പ് ചിന്തകളിലെ ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം വന്നിട്ടുള്ളത് വാക്കുകൾ എന്നെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മൾ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും ഈ സന്ധ്യാസമയത്തെല്ലാം ഞങ്ങൾ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുർത്താവെ, പകൽ ചെയ്തു തീർക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരോട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. യേശുർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ ജോലിയിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയനോട് കൂടിയിരിക്കണമേ, അടിയനെ അനുഗ്രഹിക്കണമേ. അടിയനെ ഇന്ന് പകൽ ചെയ്തു തീർക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യം കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും അടിയനോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ചിന്താ വിഷയം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ചിന്താ വിഷയം വാക്കുകൾ എന്നുള്ളതിനെ കുറിച്ചാണ്. വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് ക്രൂരമായ വാക്കുകൾക്ക് മൂർച്ചയേറിയ കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്ന് പറഞ്ഞത് വില്യം ചാസ്മാൻ ആയിരുന്നു. അദ്ദേഹം പറയുന്നു, വാക്കുകൾ കത്തിയേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ആ കത്തി കുത്തിയ ശേഷം ഊരിയെടുക്കാൻ കഴിയും, എന്നാൽ മുറിവേൽക്കുന്ന വാക്കുകൾ ആത്മാവിൽ തറഞ്ഞിരിക്കും. അത് ശരിയാണ് അല്ലേ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് പറയുന്നത് എപ്പോഴും ശരിയുള്ളതാണ്. കാരണം നമ്മൾ ഒരാളെ ഉയർത്തുവാനും അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തുവാനും നമ്മളുടെ വായിലെ ഒരു വാക്ക് മാത്രമാണ് വേണ്ടത്. അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് ശത്രുതയാണോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിതനാണോ എന്താണെങ്കിലും നമ്മൾ ഒരു വാക്കു മതി അവരെ താഴ്ത്താനും അവരെ ഉയർത്തുവാനും. അത് പറയുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ പ്രയോഗിക്കാൻ. കാരണം കത്തിയേക്കാൾ അത് മൂർച്ചയുള്ള ഒരു ആയുധം പോലെയാണ് നമ്മൾ വാക്കിന് ഉപയോഗിക്കുന്നത്. ലോകത്തിൽ വാക്കിനോളം ശക്തവും ക്രൂരവുമായ വേറൊരു ആയുധവും ഇല്ല. വാക്കുകൾ കൊണ്ട് ഒരാളെ നശിപ്പിക്കാനും ഒരാളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും. അല്ലയോ പരാക്രമശാലിയെ എന്ന ഒരൊറ്റ വിളിയിൽ മിദ്യാരെ ഭയപ്പെട്ടിരുന്ന ഗിദെയോൻ ധീരനായി മാറി. നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ന്യായാധിപന്മാരുടെ പുസ്തകം 6-11 ഈ ഒരു പറയുന്നത്. അല്ലയോ പരാക്രമശാലിയെ എന്ന ഒരൊറ്റ വിളിയിലാണ് മിദ്യാനെ ഭയപ്പെട്ടിരുന്ന ഗിദെയോൻ ധീരനായി മാറിയത്. നിന്നിൽ നിന്ന് ആരും ഫലം തിന്നാതെ പോകട്ടെ എന്ന ഒരൊറ്റ ശാപവാക്കിൽ ഒരു വൃക്ഷം ഉണങ്ങിപ്പോയി. ബൈബിളിൽ അടുത്ത് പറയുന്ന ഒരു ഇതാണ്. നമ്മൾ പുതിയ നിയമത്തിലാണ് ഈ ഒരു വാക്യമുള്ളത്. നിന്നിൽ നിന്ന് ആരും ഫലം തിന്നാതെ പോകട്ടെ എന്ന ഒരൊറ്റ ശാപവാക്കിൽ ഒരു വൃക്ഷം ഉണങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് മാർക്കോസ് 11:14-20. വാക്കുകൾ ശ്രദ്ധയോടും വിശുദ്ധിയോടും ആദരവോടും ഉപയോഗിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധയോടെ ആയിരിക്കണം വാക്കുകൾ സംസാരിക്കേണ്ടത്. ഒരാളെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കാനോ നമ്മൾ ഒരിക്കലും ഒരു വാക്ക് നമ്മൾ വെറുതെ ഉപയോഗിക്കരുത്. ആരെയും നമ്മൾ ദ്രോഹിക്കരുത്. ഒരു വാക്കിനാലോ ഒരു നോക്കിനാലോ പോലും നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ തിരുവചനത്തിൽ നിന്ന് വേറെ ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അതായത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് എങ്ങനെ ആയിരിക്കണം?
ഉപ്പിനെ എപ്പോഴും കൃപയോടുകൂടി അവരെ നമ്മൾ അനുഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ കൃപയോടു കൂടി അവരോട് നമ്മൾ സംസാരിക്കണം. പിന്നെയോ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഉപ്പിനാൽ രുചി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കറിയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു രുചിയൊക്കെ വരുത്തുന്നത് എന്താണ്? ഉപ്പാണ്. അതേപോലെ തന്നെയാണ് പറയുന്നത് നമ്മുടെ വാക്കും അതേപോലെ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പുതിയ നിയമത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് നമ്മളുടെ യാക്കോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് പറയുന്നത്. ക്രൂരമായ വാക്കുകൾ ദോഷം നിറഞ്ഞതും വിഷലപ്തവുമാണ്. വിഷലപ്തം എന്ന് പറഞ്ഞാൽ വിഷം നിറഞ്ഞതാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നാം ആലോചിച്ചും ആലോചിക്കാതെയും പറഞ്ഞതും പറയുന്നതുമായ വാക്കുകൾ കൊണ്ടത്ര പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം വാക്കുകൾ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ വാക്കുകൾ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കില്ലേ, നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്താ അവർക്ക് ആ വാക്കിനാൽ അവർക്ക് മുറിവേൽക്കുമോ എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ ശാപവാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് മറ്റുള്ളവർക്ക് അത് മുറിവേൽപ്പിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം അത് പറയാൻ. പക്ഷെ നമ്മൾ ഇങ്ങനെ ആണെങ്കിലും നമ്മൾ ചില സമയത്ത് നമുക്ക് നിയന്ത്രണം വിട്ട് പോകുന്ന സമയത്തെല്ലാം നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലേ? പക്ഷേ ദൈവവചനം നമ്മളോട് പറയുന്നത് നിങ്ങൾ അത് ചിന്തിക്കണം. നമ്മൾ വാക്കിനാൽ പറയുമ്പോൾ നമ്മൾ അവർക്ക് മുറിവേൽക്കുവോ, അത് അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു സ്ഥിതി എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാൻ. നമ്മൾ ചിലപ്പോൾ ആലോചിക്കാതെ കുറേ കാര്യങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് അത് മുറിവേൽക്കാനും സാധ്യത ഉണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരെ നമ്മൾ നോക്കിനാൽ കൊണ്ട് നമ്മൾ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മളത് കാര്യമാക്കി എടുക്കുന്നതും ഇല്ല. ഈ നോമ്പിൻ്റെ ദിനത്തിൽ കാൽവരി ക്രൂശിൽ നോക്കി നാം നമ്മുടെ നാവ് കൊണ്ടും വാക്കുകൾ കൊണ്ടും ചെയ്തു പോയ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുകയും നാവും വാക്കും വിശുദ്ധമായി സൂക്ഷിക്കാം. വിശ്വാസയാത്ര തുടരാം. കാരണം ഇമ്പമുള്ള വാക്കു തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും ആണ്. കറക്റ്റാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ വിഷമിപ്പിക്കാനോ ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവരെ ഒരിക്കലും നമ്മൾ ശപിക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ശപിക്കാൻ പാടില്ല. ഇത് പറയുന്നത് സദൃശ്യവാക്യം 16:24 ഇപ്രകാരം കാണുന്നു. കാരണം ഇമ്പമുള്ള വാക്കു തേൻകട്ട ആകുന്നു. അതായത് തേൻകട്ട എന്ന് പറഞ്ഞാൽ തേൻ എന്ന് പറഞ്ഞാൽ മധുരമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന ഇമ്പമുള്ള വാക്കുകൾ എന്തായിരിക്കണം? തേൻകട്ടയാകുന്നു. അത് മനസ്സിനെ, നമ്മളുടെ ഹൃദയത്തെ മധുരവും നമ്മളുടെ അസ്ഥികൾക്ക് എന്താണ്? ഔഷധവും തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ ആരെയും ഒരിക്കലും ശാപവാക്കുകളോ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ശപിക്കാതെയും അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും നമ്മൾ ശാപവാക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് അത് അപ്പം തന്നെ ഏറ്റുപറയുകയും വേണമെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ളത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. യേശുവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നത്തെ അടിയൻ്റെ ചിന്താ വിഷയം വാക്കുകൾ എന്നുള്ളതിനെ കുറിച്ചാകുന്നുവല്ലോ ഈശോർത്താവേ.
അടിയനിൽ നിന്ന് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കോ ആരെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അസ്വസ്ഥതരാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയനോടും ഈ കേൾക്കുന്ന മക്കളോടും അങ്ങ് ക്ഷമിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കലും ആരെയും ശപിക്കാതെയും ഒരിക്കലും ആരെയും വെറുക്കാതെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ അവരെ മടുപ്പിക്കുക ചെയ്യാതെ അവരെ നല്ല രീതിയിൽ നേർവണ്ണം ധൈര്യപ്പെടുത്തി കൊണ്ടുപോകാനും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഉയർത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും കാവലും കരുതലും ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വേറൊരു ചിന്താ വിഷയമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. സ്തോത്രം.